തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് CPIM തിരുവല്ല ഏരിയ സെക്രട്ടറി ബിനിൽകുമാർ. UDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുക മാത്രമാണ് ചെയ്തത്. വിഷയത്തെ കോൺഗ്രസ് വളച്ചൊടിക്കുകയാണെന്നും CPIM ഏരിയ സെക്രട്ടറി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആശമോൾ TS ആണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആശമോളുടെ പരാതി. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതി അടിസ്ഥാനരഹിതമെന്ന് CPIM ഏരിയ സെക്രട്ടറി ബിനിൽകുമാർ പറഞ്ഞു. പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൊടിയാടി ഡിവിഷനിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ CPMകാർ വിരട്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതായാണ് ആരോപണം ഉയർത്തിയിട്ടുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റുമായി എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് 7/11 സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാമനിർദ്ദേശം പത്രിക പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിനപ്പുറത്ത് ആ പരിശോധനാ സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസർ അവസാനം ആ പത്രിക ഗ്രൂപ്പായി കുടുംബശ്രീ ഗ്രൂപ്പായി പത്രികയിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളതായതുകൊണ്ട് വ്യക്തിപരമല്ലാത്തതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല, അതുകൊണ്ട് ആ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കാമെന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സർക്കാർ സ്ഥാപനത്തിൽ കരാർ ജീവനക്കാരിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ജനാധിപത്യപരമായ അവകാശമാണ് വിനിയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിച്ചതോടെ പരാതി തീർപ്പായതാണ്. എന്നാൽ വിഷയത്തെ കോൺഗ്രസ് വ്യാജവാർത്തയിലൂടെ വിവാദമാക്കുകയാണ് എന്ന് CPM നേതൃത്വം ആരോപിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.